ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്ന വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നുണ്ട്. അതായത് പുതിയ മെത്തേഡ്സ് ഒക്കെ വന്ന ശേഷം, അതായത് ഇൻസ്റ്റാഗ്രാം പുതിയ അപ്ഡേറ്റ് വന്ന ശേഷം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റിന്റെ വിധം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റെപ്സ് മാറിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ പഴയ അക്കൗണ്ടൊക്കെ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ്, മുമ്പൊക്കെ ആണെങ്കിൽ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പഴയ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തത്. പക്ഷേ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്നുള്ള ഓപ്ഷനാണ്. സോ ആ ഒരു ലൈക്ക് ശേഷം നിങ്ങൾ ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒരുപാട് പേരിലേക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിനെ ജസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം കേട്ടോ. ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻ്റർഫേസ് ഇവിടെ കാണാൻ സാധിക്കും. സോ അതിന് തൊട്ട് താഴെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ, നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോകും. സോ അവിടെ തൊട്ട് മേലെയായിട്ട് നമുക്ക് 3 ലൈൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 3 ലൈൻസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മുമ്പൊക്കെ ആണെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത ശേഷം ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ അക്കൗണ്ട് സെൻറ്ററിൽ വന്ന ഒരു പുതിയ ഓപ്ഷൻ വന്ന ശേഷം ജസ്റ്റ് അക്കൗണ്ട് സെൻറ്റർ എന്ന ആദ്യത്തെ ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നിങ്ങളുടെ കോൺടാക്ട് ഇൻഫോ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ ഓണർഷിപ്പ്, അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് കൺട്രോളിന് പോയി ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്സ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മാനേജ് യുവർ ഡാറ്റ എന്നൊക്കെയുണ്ട്. സോ ജസ്റ്റ് അതിൽ ഈ ഒരു അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ എന്നുള്ള ഓപ്ഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത് ആ ഒരു അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡീആക്ടിവേറ്റ് അക്കൗണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കാൻ, രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം കണ്ടിന്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നിങ്ങൾ എന്ത് റീസൺസ് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷന് വേണ്ടി ഒന്നും കൂടെ ഓപ്ഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഇൻ്റർഫേസ് വരും. അതിൽ ഒന്നുകൂടെ കണ്ടിന്യൂ കൊടുക്കുക. അതിന് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ, അതായത് നിങ്ങൾ പെർമനൻ്റായി അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം, അത് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ജസ്റ്റ് അതിലും കണ്ടിന്യൂ കൊടുക്കുക. അത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ താഴെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് അത് റീസെറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പാസ്വേഡ് ഓർമ്മയുണ്ടായിരിക്കണം. അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫോർഗോട്ടൺ പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്ത ശേഷം ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡിലീറ്റ് അക്കൗണ്ട് ആ ഫൈനൽ ഓപ്ഷനാണ്. ജസ്റ്റ് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡിലീറ്റ് അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഒരു കൺഫർമേഷൻ കൂടെ വരും കേട്ടോ. സോ ഡിലീറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.